വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓണം റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു പച്ചടിയുടെ റെസിപ്പി. കണ്ടു നോക്കാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പുളിയിഞ്ചി, ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പല രീതിയിലും പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോയിലോട്ട് കിടക്കാം, എങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും അരച്ചെടുക്കരുത്. ഇതുപോലെ തന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 250 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയാണ്. അപ്പോൾ അത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും നാടൻ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുക. അതുപോലെ പ്രത്യേകിച്ച് പുളിയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ അലൂമിനിയം പാത്രങ്ങളിലോ ഉണ്ടാക്കുക. ഒരിക്കലും നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. അപ്പം വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം എടുക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് മുരിഞ്ഞ് വരത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഉള്ളിയും പച്ചമുളകും ഇടാഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും പച്ചമുളകും കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചി ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ചെറിയ ഉള്ളിയും ഒരു 2 പച്ചമുളക് വലുതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളകുടെ എണ്ണം കൂട്ടാം, 3 or 4 എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പം കറക്റ്റ് എരിവാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിലെല്ലാം ചെയ്യുമ്പം കറക്റ്റ് എരിവും പുളിയും മധുരവും എല്ലാം കറക്റ്റാണ്. ഇനി അഥവാ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ, കാരണം ഓൾറെഡി ഇഞ്ചിക്ക് നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് 2 എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് ഇഞ്ചി വറുത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുവിധം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാതെ ശ്രദ്ധിക്കുക, കാരണം ഇത് മൺചട്ടി ആണെങ്കിലും നമുക്കൊന്ന് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇപ്പോൾ ഒരുവിധം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ ആ പിടിച്ചതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും തന്നെ ബ്രൗൺ കളർ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും ഒന്നും ഇട്ടില്ല, കാരണം ആദ്യം തന്നെ ഇട്ടാൽ ഒരുപാടങ്ങ് ഫ്രൈ ആയിപ്പോവും. അപ്പോൾ അത് നല്ലൊരു പച്ചയോടുകൂടി കിട്ടത്തില്ല, നല്ലൊരു ക്രിസ്മസ് കിട്ടത്തില്ല, ഫ്രഷോട് കൂടി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അവസാനം ഇട്ടത്. ഇനി ഒരു മിനിറ്റോളം ഒന്ന് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ കറിവേപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്രിസ്പാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കും. 1 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കറിവേപ്പില നന്നായിട്ട് ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി ഈ പാകത്തിൽ മതി കേട്ടോ. ഇനി ഇത് വറുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഞ്ചി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം, പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പുളി വേണമെങ്കിൽ അരിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ അരിക്കുന്നില്ല, കാരണം പുളി എടുത്ത് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും അതിൻ്റെ അടിയിൽ അഴുക്കുകളുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ബാക്കി വെച്ചിരിക്കുന്ന പുളി ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പുളി നന്നായിട്ടൊന്ന് എല്ലാ പുളിയും വരുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ബാക്കി പുളി മാറ്റിയിൽ കുറച്ചുകൂടി ഒരു 1/2 ഗ്ലാസും കൂടി എടുത്തിട്ട് പുളി പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ ആദ്യം 1 ഗ്ലാസ്സാണ് കേട്ടോ, വലിയ 1 ഗ്ലാസ്സിനാണ് എടുത്തത്. വീണ്ടും ഒരു 1/2 ഗ്ലാസ്, അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇഞ്ചി വറുത്ത് ലാസ്റ്റ് സമയത്ത് മുളക് പൊടി ഇടാം. അപ്പോൾ അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ ഒരുപാടങ്ങ് മുളക് പൊടി മൂത്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അതാണ് പല രീതിയിൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ദേ ഇനി ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പുളിവെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണോ ആ ഒരു ടേസ്റ്റ് വരിക. ഫ്ലെയിമിൽ ഒരിക്കലും കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കരുത്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പുളിയും ആ ഇഞ്ചിയിലൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പകുതിയോളം ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് പുളിവെള്ളം ഒന്ന് പകുതിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമുക്കറിയാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോഴാണോ ആ ഒരു കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പം ഒന്നും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അതിന് മുന്നേ ഒരു ശർക്കര, ഈ ഒരു പകുതി പാകമാകുമ്പം ഒരു ശർക്കര ഒരു ഏകദേശം ഒരു 30 ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ഒരു ശർക്കര. അപ്പോൾ ഈ ശർക്കരയ്ക്ക് അഴുക്കൊന്നും തന്നെ ഇല്ല. ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇട്ടത്. അഥവാ നിങ്ങളുടെ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് വളരെ കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചാലും മതിയാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു ശർക്കര ഇങ്ങനെ പൊട്ടിക്കുന്നില്ല, ഇത് ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അത് നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. അപ്പോൾ ഇപ്പം കണ്ടോ ആ ശർക്കരയൊക്കെ അരിഞ്ഞ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊന്നും കൂടി നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. നല്ല കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം വെള്ളമെല്ലാം വറ്റി. ഇപ്പോൾ ഇത് എണ്ണയാണ് കേട്ടോ, എണ്ണയും ബാക്കിയുള്ള ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ എല്ലാം അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അവസാനമായിട്ട് കായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്. ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ അത് ഇനി നമുക്കൊന്നും കൂടി ഇളക്കിയൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മളുടെ ഇപ്പം ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറുത്ത് ആ പുളിയൊക്കെ നന്നായിട്ട് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. കറക്റ്റ് പാകം ഒന്ന് നോക്കുക, പുളിയും എരിവും മധുരവും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. എല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് പുളി ഇഞ്ചിയുടെ ടേസ്റ്റ്. അപ്പം ഇത് ഞാനിപ്പം ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. ഇപ്പം ഇത് സെർവ് ചെയ്യരുത്, ഒരു 1-2 മണിക്കൂറിന് ശേഷം മാത്രം. ഇപ്പം 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ല കട്ടയായിട്ട് തന്നെ വരും. ഇപ്പം ഈ ഒരു ഇതുണ്ടാവത്തില്ല, നല്ല കട്ടയായിരിക്കും. അപ്പം ഇവിടെ 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ കണ്ടോ, നമ്മുടെ പുളിഞ്ചി നേരത്തെ കണ്ടതിനേക്കാൾ ഒരുപാട് കട്ടയായിട്ടുണ്ട്. അത് എണ്ണയാണ് കാണുന്നത്, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അത് ആദ്യം മേളിൽ വന്ന് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിൽ പുളിയിഞ്ചി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പുളിയിഞ്ചി ഈ ഉണ്ടാക്കിയ അന്ന് തന്നെ ഉപയോഗിക്കുമ്പോൾ ആ ടേസ്റ്റ് അറിയത്തില്ല. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് ആ പുളിയിഞ്ചിയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ അതുപോലെ ഒരു ദിവസത്തിന് മുന്നേ ഉണ്ടാക്കി വെച്ചാൽ അത്രയും നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.